വെൽക്കം സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷൻ ഉണ്ടാക്കുന്നത് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്. അതിൽ റെസിറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതൊരു റിയൽ അക്കൗണ്ടാണ്. ക്യാപിറ്റലും റവന്യൂവും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലാതെ, there is no classification between capital and revenue. All items are recorded on the debit side and credit side. Debit records, receipts and payments are recorded on the credit side, and it will be balanced at the end of the financial year. The balance is called cash in hand, or sometimes bank balance will also transfer to receipts and payment account. In such a case, it will called cash at bank. Then another very important account prepared by a non-profit organization is income and expenditure account. As the name indicates, this account records all income and expenditure. All income and expenditure. There is a number of income to a non-profit organization. For example, subscription is an income. Then on the expenditure side, for example, salary is an expenditure. There is a number of income and expenditure to a non-trading organization. All these income and expenditure are recorded in a separate account called income and expenditure account. This account is considered as a nominal account. Receipts and payment account is considered as a real account. That means it records what comes in, and it records what comes in on the debit side, and on the credit side what will go out from the business organization will be recorded. Then what about this nominal account? Income and expenditure account is considered as a nominal account. Then what is a nominal account? What is a nominal account? Nominal means debit all expenses and losses, credit all incomes and gains. Debit all expenses and losses. Debit ചെയ്യുന്നത് എല്ലാ എക്സ്പെൻസുകളെയും, ക്രെഡിറ്റ് ചെയ്യുന്നത് എല്ലാ ഇൻകത്തിനെയും. അപ്പൊ നോക്കുക, ഇവിടെ പേര് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. പക്ഷേ നമ്മൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്നത് നോമിനൽ അക്കൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതുന്നത്, അപ്പുറത്തെ സൈഡിൽ ഇൻകം എന്ന് എഴുതും. അപ്പൊ പേര് നമ്മൾ പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, പക്ഷേ വരയ്ക്കുമ്പോഴോ ആദ്യം എക്സ്പെൻഡിച്ചർ, രണ്ടാമത് ഇൻകം. കാരണം ഇതൊരു നോമിനൽ അക്കൗണ്ടാണ്. അപ്പൊ ഇതൊരു നോമിനൽ അക്കൗണ്ട് ആയതുകൊണ്ട് എല്ലാ എക്സ്പെൻഡിച്ചറിനെയും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം, ഇതൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. എന്താണ്, വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്? നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് എ നോമിനൽ അക്കൗണ്ട്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഈ റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് പറഞ്ഞപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ റവന്യൂ ക്യാപിറ്റലും ഒന്നും ഒരു ക്ലാസിഫിക്കേഷനും ഇല്ലാതെ എഴുതും. അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ, സക്സീഡിങ് ഇയർ, കറണ്ട് ഇയർ എന്നുള്ള ഒരു വ്യത്യാസം ഇല്ലാതെ എഴുതുമെന്ന് പറഞ്ഞു. ഏതില്? റെസിറ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ. നോക്കുക, അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു, വേറെ ഏതോ അക്കൗണ്ടിൽ വ്യത്യാസപ്പെടുത്തി എഴുതുന്നത് കൊണ്ട് ആണ് ഇങ്ങനെ ഒരു കാര്യം അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞത്. അപ്പൊ ശ്രദ്ധിക്കുക, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചറിൽ നമ്മൾ ചെയ്യുന്നത് കറണ്ട് ഇയറിലെ എക്സ്പെൻഡിച്ചർ മാത്രമേ എഴുതുള്ളൂ. അതുപോലെ തന്നെ കറണ്ട് ഇയറിലെ ഇൻകം മാത്രമേ എഴുതുള്ളൂ. അപ്പൊ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, പ്രീവിയസ് ഇയറിൽ, സക്സീഡിങ് ഇയറിൽ ഇതൊക്കെ എന്ത് ചെയ്യും? ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അഡ്ജസ്റ്റ്മെന്റ്. എന്താ നമ്മൾ പഠിച്ചത്? അഡ്ജസ്റ്റ്മെന്റ്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റുകളാണ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ച 5 അഡ്ജസ്റ്റ്മെന്റ് നിങ്ങളുടെ മനസ്സിലുണ്ടാവണമെന്ന് പറഞ്ഞു. എന്തൊക്കെ 5 അഡ്ജസ്റ്റ്മെന്റ് ഏതൊക്കെയായിരുന്നു? ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ്, അക്രൂഡ്, റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, ഡിപ്രീസിയേഷൻ. നോക്കുക, അതൊക്കെ ഇവിടെ ഇതിനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് വിളിക്കും. അപ്പം
വളരെ സിമ്പിളാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാ എക്സ്പെൻഡിച്ചറുകളും ഇവിടെ എഴുതും. എല്ലാ എന്ന് പറയാൻ പറ്റില്ല, റവന്യൂ നേച്ചറിലുള്ളത് മാത്രം, റവന്യൂ നേച്ചറിലുള്ള എക്സ്പെൻഡിച്ചർ മാത്രം ഇവിടെ എഴുതും. അതുപോലെ റവന്യൂ നേച്ചറിലുള്ള ഇൻകം മാത്രം ഇവിടെ എഴുതും. എന്നാൽ പിന്നെ നമ്മളെ റെസിസ്റ്റന്റ് പേയ്മെന്റ് അക്കൗണ്ടിൽ ക്യാപിറ്റലും ഇല്ലേ, അതിന് എന്ത് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്യാപിറ്റൽ റെസിപ്റ്റ് ഉണ്ട്, റവന്യൂ റെസിപ്റ്റ് ഉണ്ട്, ക്യാപിറ്റൽ പേയ്മെന്റ് ഉണ്ട്, റവന്യൂ പേയ്മെന്റ് ഉണ്ട്. അതിൽ റവന്യൂ മാത്രം എടുത്ത ക്യാപിറ്റൽ എന്ത് ചെയ്യും നമുക്കറിയാം. ഇനി ഒരു കാര്യം കൂടെ പഠിക്കാനുണ്ട്, എന്താ? ബാലൻസ് ഷീറ്റ്. അപ്പൊ ഈ ക്യാപിറ്റലൊക്കെ എങ്ങോട്ട് എഴുതാനുള്ളതാ? ബാലൻസ് ഷീറ്റിലേക്ക്. അപ്പൊ എന്തായാലും റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ പറഞ്ഞു ഇറസ്പെക്റ്റീവ് ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ, ഇറസ്പെക്റ്റീവ് ഓഫ് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ എഴുതും. ഇവിടെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ റവന്യൂ മാത്രമേ എഴുതുള്ളൂ, ക്യാപിറ്റലൊക്കെ ബാലൻസ് ഷീറ്റിൽ. അപ്പൊ എല്ലാ ഐറ്റം ആയി കഴിഞ്ഞു. ഒരു നോൺ ട്രേഡിംഗ് കൺസേണിൽ വരുന്ന പല തരത്തിലുള്ള സബ്സ്ക്രിപ്ഷൻ ആയാലും പിന്നെ എന്താ എൻട്രൻസ് ഫീ ആയാലും അല്ലെങ്കിൽ ലെഗസി ആയാലും സാലറി ആയാലും, സാലറി ഒക്കെ വരും. നമ്മൾ പറഞ്ഞല്ലോ സാലറി പലതരത്തിലുള്ള, അതായത് ട്രേഡിംഗ് കൺസേണിൽ വന്നിട്ടുള്ള ഇപ്പൊ സാലറി അവിടെ കൊടുക്കും. ഇവിടെ ഇനി അതുപോലെ വേറെ ഐറ്റം ഓണറേറിയം എന്ന് പറയും. ഓണറേറിയം എന്ന് പറഞ്ഞാല് മലയാളത്തിൽ പറഞ്ഞ പാരിതോഷികം എന്ന് പറയും. പാരിതോഷികം അതായത് ചില ഇപ്പം നമ്മുടെ നോൺ ട്രേഡിംഗ് കൺസേണിലേക്ക് ഒരു ഓഡിറ്റർ വരുന്നു. അദ്ദേഹം ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ ഈ ഒരു ചെറിയ ക്ലബ്ബ് ഇവിടെ നിന്ന് എന്ത് വാങ്ങാനാ? കുറെ പിന്നെ എന്താ പറയാ, വലിയ വരുമാനമൊന്നും ഇല്ലാത്ത ആൾക്കാർ നടത്തുന്നില്ല. എന്തെങ്കിലും ഒന്ന് മതി, ഇതൊന്നും വാങ്ങാതെ ഇരിക്കും, എന്തെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ളത് തന്നാൽ മതി. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന്റെ സന്തോഷത്തിന് വേണ്ടി ഒരു 1000 രൂപ കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ ഫീസ് എന്ന് പറയുന്നത് ചിലപ്പം 25,000, 50,000, 1,00,000 ഒക്കെ ആയിരിക്കും. നമ്മൾ കൊടുത്ത് എത്രയാ? വെറും 1,000 റുപ്പീസ്. അത് ഓണററിയാണ്. എന്തെങ്കിലും ഒന്ന് കയ്യിലിരിക്കട്ടെ നമ്മുടെ സന്തോഷത്തിന്. അങ്ങനെയുള്ള ഒരു ഐറ്റം ഉണ്ട്. അപ്പൊ ഇതൊക്കെ പിന്നെ ഈ ഓണറേറിയം എന്ന് പറയുന്നത് എക്സ്പെൻഡിച്ചറാണ്. അപ്പൊ അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. അത് ശ്രദ്ധിക്കണം. അതാത് വർഷങ്ങളിലത് മാത്രം, പ്രീവിയസ് ഇയറിലത് കറണ്ട് ഇയറിലും പ്രീവിയസ് ഇയറിലത് സക്സീഡിങ് ഇയറിലത് എന്ത് ചെയ്യുന്ന ഞങ്ങളോട് പറഞ്ഞത്? അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ വരയ്ക്കുന്ന അക്കൗണ്ടാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ പോകുന്നത്, ഒരു ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ബാലൻസ് ചെയ്യും. അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസിന് നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാവോ? സർപ്ലസ് എന്ന് വിളിക്കും. സർപ്ലസ്, SURPLUS. ചില അവസരത്തിൽ ഈ ബാലൻസിനെ നമ്മൾ വിളിക്കുന്നത് ഡെഫിസിറ്റ് എന്നായിരിക്കും. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? സർപ്ലസ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം ആണ് കൂടുതൽ, ഇൻകം ആണ് എക്സ്പെൻഡിച്ചറിനേക്കാൾ കൂടുതൽ. അങ്ങനെയാണെങ്കിൽ സർപ്ലസ് ആയിരിക്കും. മറിച്ച് ലോസ് എന്ന്, അതായത് ട്രേഡിംഗ് കൺസേണിന്റെ ലോസ് എന്ന് പറയുന്നത് ഈ സർപ്ലസിന്റെ ഒരു പകരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം മനസ്സിലാവുന്നതിന് വേണ്ടി, പ്രോഫിറ്റ്. പക്ഷെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രോഫിറ്റ് എന്ന് ഉപയോഗിക്കില്ല, സർപ്ലസ് എന്ന് ഉപയോഗിക്കുള്ളൂ. മനസ്സിലാവുന്നതിന് വേണ്ടി മാത്രമാണ് പറയുന്നത്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇനി ഡെഫിസിറ്റ് ആണെങ്കിലോ നിങ്ങൾക്ക് പറയാൻ എളുപ്പമായിരിക്കില്ല. എന്തായിരിക്കും? എക്സസ് ഓഫ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം. എക്സ്പെൻഡിച്ചർ ആയിരിക്കും ഇൻകത്തിനേക്കാൾ കൂടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ പറയും ഡെഫിസിറ്റ്, നഷ്ടം. അപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിക്കുക. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ഫസ്റ്റ് ഇതിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ലാഭം ഉണ്ടാക്കുന്നത് ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല ഉണ്ടായി പോകുന്നതാണ് എന്ന് കരുതി നഷ്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല ഇത് പ്രയത്നിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാകുന്ന ലാഭത്തിനെ സർപ്ലസ് എന്ന് വിളിക്കും. അപ്പൊ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് സർപ്ലസ് കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഓരോ വർഷത്തെ സർപ്ലസ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബിസിനസ്, നമ്മുടെ നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷനിൽ ഒരു ക്യാപിറ്റൽ ഫണ്ട് ഉണ്ടാവും. ക്യാപിറ്റൽ ഫണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ഫണ്ട് എന്ന് പറയുന്നത് എന്താ? ഇങ്ങനെ കിട്ടുന്ന പിന്നെ ഈ സർപ്ലസ് എല്ലാം കൂടെ കുന്നുകൂടി ഉണ്ടാകുന്നതാണ് ക്യാപിറ്റൽ ഫണ്ട്. പിന്നെ ഡൊണേഷൻ എടുക്കും, പിന്നെ വേറെ തരത്തിലുള്ള ഫണ്ടുകൾ, ഇപ്പൊ ഗ്രാൻഡ്, അതൊക്കെ ചിലപ്പോൾ നമ്മൾ ഫണ്ടായിട്ട് അക്യുമുലേറ്റ് ചെയ്യും. നമുക്കറിയാലോ, എന്തെങ്കിലും ഒരു കരുതൽ വേണമല്ലോ, അങ്ങനെ നമ്മൾ കരുതി വെക്കുന്നതാണ് ക്യാപിറ്റൽ ഫണ്ട്. ഓരോ വർഷവും ഉണ്ടാകുന്ന ലാഭത്തിനെ നമ്മൾ ഈ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് വരും. അതിങ്ങനെ കൂടി വരും. ഇനി ഡെഫിസിറ്റ് ആണെങ്കിൽ, ഏതെങ്കിലും വർഷം ഡെഫിസിറ്റ് ആണെങ്കിൽ അത് കുറയുകയും ചെയ്യും. ഇനി പരീക്ഷയ്ക്ക് 5 മാർക്കിന് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പറയാം. ഡിഫറൻസ് ബിറ്റ്വീൻ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ആൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ശ്രദ്ധിക്കണം, നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഞാൻ പറഞ്ഞു കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് ഞങ്ങളിപ്പോൾ പേപ്പർ വാല്യൂഷൻ കഴിഞ്ഞതേ ഉള്ളൂ, അതിൽ 5 മാർക്കിനൊരു ക്വസ്റ്റ്യൻ. ചില ഡിഫറൻസ് ഒക്കെ ഞാൻ പറഞ്ഞതാണ്. ഒറ്റ ആവർത്തി പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും.
എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യം ഇൻകം ആൻഡ് റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്, ഇപ്പോഴത്തെ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് എഴുതാം. ഇതെന്ന് പറയുന്നത് റിയൽ അക്കൗണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ഇതൊരു നോമിനൽ അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു എന്താ? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ്. ഇനി അടുത്ത ഡിഫറൻസ് എന്താ? There is no classification between real and revenue and capital. All items will be recorded simultaneously in the receipt and payment account. In the income and expenditure account, only revenue items will be recorded. There is an opening and closing balance in the receipt and payment account. That is cash in hand or cash at bank. Here also there is closing balance. There is no opening balance. എന്തുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇല്ലാത്ത? ഇവിടെ നമ്മൾ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിങ്ങിന് ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. ഇവിടെ എന്തുകൊണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഇല്ല? എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇവിടെ ഓരോ വർഷവും കിട്ടുന്ന ലാഭത്തിന്, സർപ്ലസിനെ നമ്മൾ എങ്ങോട്ട് പറഞ്ഞു വിടും? ക്യാപിറ്റൽ ഫണ്ടിലേക്ക് പറഞ്ഞു വിടും. ഇവിടെയാണെങ്കിലോ എവിടേക്കും പറഞ്ഞു വിടുന്നില്ല, അത് അവിടെ തന്നെ വയ്ക്കും, അത് അടുത്ത വർഷത്തേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യും. അതാണ്. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു, പിന്നെ അതാത് വർഷങ്ങൾക്ക് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുള്ളൂ. ഇനി ഇത് മനസ്സിലാവാൻ വേറൊരു എളുപ്പ വഴിയുണ്ട്. എന്താ? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ക്യാഷ് ബുക്ക് എന്ന് നമുക്ക് വിളിക്കാം. സിമ്പിൾ ആയിട്ട് വിളിച്ചാൽ ക്യാഷ് ബുക്ക്. അങ്ങനെയാണെങ്കിൽ ഇതിന് വേറെ പേര് പറയാവോ? നമ്മൾ പഠിച്ച പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇത് നമ്മൾ എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നൊന്നും കയറി വിളിക്കരുത്, മനസ്സിലാവുന്നതിന് വേണ്ടി പറയുന്നതാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ പോലെ ഇരിക്കും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഇപ്പോൾ മനസ്സിലായില്ലേ? അതുപോലെ ക്യാഷ് ബുക്കിനെ പോലെ ഇരിക്കും റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഡിഫറൻസ് പറഞ്ഞൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എന്താ? ഒരു 5 ഡിഫറൻസ് എഴുതിയാൽ മതി, കൂടുതൽ കാര്യങ്ങളൊന്നും എഴുതണ്ട. എന്താ പറഞ്ഞത്? റിയൽ അക്കൗണ്ട്, നോമിനൽ അക്കൗണ്ട്, കറണ്ട് ഇയർ മാത്രമേ എഴുതുള്ളൂ. റവന്യൂ ഇവിടെയാണെങ്കിൽ റവന്യൂ ക്യാപിറ്റൽ എഴുതും, ഇവിടെയാണെങ്കിൽ റവന്യൂ മാത്രമേ എഴുതുള്ളൂ. ഇവിടെ ക്ലോസിംഗ് ബാലൻസും ഓപ്പണിംഗ് ബാലൻസും ഉണ്ടാവും. ഇവിടെ ക്ലോസിംഗ് ബാലൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്യും? അത് നമ്മൾ പിന്നെ ക്യാപിറ്റൽ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. പിന്നെ ഒരൊറ്റ വ്യത്യാസം കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം, കാരണം നമ്മൾ 5 ഡിഫറൻസ് കൂടുതൽ പഠിക്കേണ്ട കാര്യമില്ല. ഇത് 7 മാർക്കിനും 8 മാർക്കിനും ഒന്നും ചോദിക്കില്ല. എന്താണെന്ന് അറിയാവോ? അതായത് ഡെബിറ്റ് ചെയ്യുന്നത് എന്താ, ക്രെഡിറ്റ് ചെയ്യുന്നത് എന്താ? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നത് എന്താ? എല്ലാ റെസിപ്റ്റ്സിനെയും പേയ്മെന്റിനെല്ലാം ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലോ എല്ലാ ഡെബിറ്റിനെയും എന്ത് ചെയ്യും? എല്ലാ എക്സ്പെൻഡിച്ചറിനെയും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യും, എല്ലാ ഇൻകവും ക്രെഡിറ്റ് ചെയ്യും. ഇതാണ് ഈ ക്രെഡിറ്റ്. അങ്ങോട്ട് വായിച്ചിട്ടുണ്ടോ? ഇതാണോ? ഇത് ഞാൻ മുമ്പ് വായിച്ചു പോയി. ഡെബിറ്റ് ചെയ്യുന്നത് എല്ലാ റെസിപ്റ്റുകളെയും, ക്രെഡിറ്റ് ചെയ്യുന്നത് എല്ലാ പേയ്മെന്റുകളെയും. ഇവിടെ എന്താ? എല്ലാ എക്സ്പെൻഡിച്ചറുകളെയും ഡെബിറ്റ് ചെയ്യും, എല്ലാ ഇൻകത്തിനെയും ക്രെഡിറ്റ് ചെയ്യും. ഇത് ഈ ഡിഫറൻസ് ഒറ്റ സിമ്പിൾ ആയിട്ട് ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഒരു റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് വരയ്ക്കുമ്പോ ഇത് റെസിപ്റ്റ്, ഇത് പേയ്മെന്റ്. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഇവിടെ വരും എക്സ്പെൻഡിച്ചർ, ഇവിടെ വരുന്നത് എന്താ? ഇൻകം. ഇങ്ങനെ നോക്കിയാൽ മതി. ഇത് റെസിപ്റ്റ് അല്ലേ? റെസിപ്റ്റ്, ഇൻകം, പേയ്മെന്റ്, എക്സ്പെൻഡിച്ചർ. മനസ്സിലായില്ലേ? പേയ്മെന്റ് വായിക്കാം. റെസിപ്റ്റ്, ഇൻകം, പേയ്മെന്റ്, എക്സ്പെൻഡിച്ചർ. അപ്പൊ ഇത്രയും ഡിഫറൻസ് ആണുള്ളത്. പിന്നെ ബാലൻസ് ഷീറ്റ് ഉണ്ട്. ബാലൻസ് ഷീറ്റിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞൊന്ന് ഇതാക്കണ്ട, കാരണം ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. അസറ്റ്, ലയബിലിറ്റി. അസറ്റുകൾ നമ്മൾ പിന്നെ റൈറ്റ് സൈഡിൽ എഴുതും, ലയബിലിറ്റി ലെഫ്റ്റ് സൈഡിൽ എഴുതും. ഇത് ബാലൻസ് ചെയ്യും അല്ലേ? ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? രണ്ടും തുല്യമാവും, അത്രയേ ഉള്ളൂ. അപ്പം നമ്മൾ പിന്നെ ഏതാണ്ട് തിയറി ക്ലാസ്സുകളെല്ലാം, തിയറി പോർഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പ്രോബ്ലത്തിലേക്കാണ് കിടക്കേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ. താങ്ക് യു.